പുറത്തു കൊടുത്തുപോയി. എന്നെ വിളിച്ച് തേടിയില്ലേ, അള്ള പുറത്തു കൊടുത്തുപോയി എന്ന് വിവരമറിയിക്കൂ. ഇങ്ങനെ റളിയല്ലാഹു അൻഹുവിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. ഈ സംഭവം എല്ലാ ഇമാമികളും അംഗീകരിച്ചുകൊണ്ട് അതുപോലെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്നത് പുണ്യമാണെന്ന് എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ടെന്ന് ആരാ പറയുന്നത്? സഹോദരന്മാരെ, ലോകത്തുള്ള ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായ, ഏറ്റവും വലിയ ഫിഖ്ഹി പണ്ഡിതനായ, ഏറ്റവും വലിയ സൂഫി വര്യനായ, ഏറ്റവും വലിയ ആരിഫായ, ഏറ്റവും വലിയ മുതകല്ലിമായ, എല്ലാ വിഷയത്തിലും കിതാബുകൾ രചിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എത്ര കിതാബാണ്. റിയാദുസ് സാലിഹീൻ മുതൽക്ക് അതേ ബുസ്താനുൽ ആരിഫീൻ മുതൽക്ക് സുബ്ഹാനല്ലാഹ് മിൻഹാജും അതേ അതുപോലെ തന്നെ അവിടുന്ന് റൗളയും സറഹുൽ മുഹദ്ദബും ഈളാഹും സറഹ് മുസ്ലിമും സറഹുൽ ബുഖാരിയും അങ്ങനെ എത്രയോ കിതാബുകൾ രചിച്ച് ജീവിച്ചിട്ട് ഒരു ദിവസം പോലും ഗവൺമെന്റിൽ നിന്ന് ശമ്പളം പറ്റാതെ സുബ്ഹാനല്ലാഹ് എല്ലാ ദിവസവും സുന്നത്തുള്ള ദിവസങ്ങൾ ഒരൊറ്റയും ഒഴിവാക്കാതെ നോമ്പെടുത്ത് സുബ്ഹാനല്ലാഹ് രാത്രി സമയത്ത് എത്രയോ നീണ്ട നിസ്കാരം നിർവഹിച്ച് എത്രയോ ആയിരക്കണക്കിന് കറാമത്ത് കണ്ട ഇബ്നു തൈമിയ്യ വരെ, ഇബ്നുൽ ഖയ്യിം വരെ, ഇബ്നു കസീർ വരെ, ഹാഫിദുൽ ദഹബി വരെ, എന്തിനധികം പറയണം ഇബ്നു അബ്ദുൽ വഹാബ് വരെ, ഒരു പണ്ഡിതനും ഒരിക്കലും തന്നെ തള്ളി പറയാൻ കഴിയാത്ത സക്കരിയ സലാഹിയും അതുപോലെ ഹുസൈൻ സലഫിയും ഒക്കെ നാഴികക്ക് 40 വട്ടം എടുത്ത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന പണ്ഡിതനായ ഇമാം നബവി രേഖപ്പെടുത്തുന്നത് റസൂലുള്ളാഹിനെ വിളിക്കല് പുണ്യമാണ്, സഹായം തേടല് പുണ്യമാണ്, അതെല്ലാവരും ചെയ്യേണ്ടതാണ്. പോരാ, ഇന്നും നിങ്ങൾ